അതാണ് കൊടും ക്രിമിനൽ ആണ് എന്നത് മാത്രവുമല്ല ലൈംഗിക വൈകൃതം ഉള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രതിയൊക്കെ പുറത്തിറങ്ങിയാൽ ആരെയൊക്കെ ഉപദ്രവിക്കും, എന്തൊക്കെ സംഭവിക്കുമെന്നതായിരുന്നു നമ്മൾ ഭയന്നിരുന്നത്. പക്ഷേ നാട്ടുകാരുടെ കൃത്യമായൊരു ഇടപെടലുണ്ടായി എന്നത് അഭിനന്ദനീയമാണ്. കാരണം ഇത്തരം സമയങ്ങളിൽ നമ്മൾ പുലർത്തുന്ന ജാഗ്രതയും കരുതലുമൊക്കെയാണ് വീണ്ടും ഇതുപോലുള്ള ഒരു കൊടും ക്രിമിനലിനെ അകത്താക്കാൻ ഏറ്റവും സഹായിച്ചത് എന്ന് ആവർത്തിച്ച് പറയേണ്ടതായി വരുന്നു. ഇപ്പോൾ റിട്ടയേർഡ് SP സക്കറിയ ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ ജയിൽ DGP പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ ജയിൽ ചാട്ടം നടത്തിയത് എന്നുള്ളതാണ്. അത് വളരെ വിചിത്രമായി തോന്നുന്നു. കാരണം ഈ ആസൂത്രണം കണ്ടെത്താൻ സംവിധാനമില്ലേ നമ്മുടെ ജയിൽ സിസ്റ്റത്തിൽ? തീർച്ചയായിട്ടും ജയിൽ സിസ്റ്റത്തിനകത്ത് ഈ പ്രിസണേഴ്സിനെ പ്രോപ്പറായിട്ട് സർവൈലൻസ് നടത്താനുള്ള ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാകേണ്ടതാണ്. ജയിൽ ചട്ടങ്ങളുമൊക്കെ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുക്കുന്നുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ കുറ്റവാളികളും ഒക്കെ വന്ന് ജയിലിലെ ഇന്റേണൽ അഫയേഴ്സ് വളരെയധികം മോശമായി കിടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ രണ്ടാമത് ഈ സിസ്റ്റം എല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും ഒന്നും വർക്ക് ചെയ്യണം നിർബന്ധമില്ല. കാര്യം നമുക്കറിയാം ഇവിടെ AI ക്യാമറ ഒക്കെ വെച്ചു, AMC ഇല്ല. കെൽട്രോണെ കൊണ്ടൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർക്ക് പൈസയൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ അതിന് പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ല. അപ്പം ഒരു കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, അതിന്റെ പ്രോപ്പർ അപ്കീപ്പ് അത് നന്നായി പ്രവർത്തനക്ഷമമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റേണൽ പ്രോഗ്രാം അവിടെ വേണം, ഒരു സിസ്റ്റം വേണം. അടുത്തത് ഈ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ് കൊടുത്ത ആൾക്കാരെ ഇതിനകത്ത് നിർത്തുകയും അവരിൽ യാതൊരു വക സമ്മർദ്ദം മറ്റുള്ളവരിടാൻ, അതായത് തൊട്ടുമേലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇടാൻ പറ്റാത്ത രീതിയിൽ ഈ പറയുന്ന സെൻട്രൽ പ്രിസൺ ഇവിടുത്തെ ഈ പറയുന്ന സർവൈലൻസ് നടത്തുന്ന ആൾക്കാർ നേരിട്ട് പ്രിസൺ DGPക്ക് അക്കൗണ്ടബിൾ ആയിരിക്കണം. പ്രിസൺ DGPയുമായിട്ട് അവർക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുന്ന പ്രോട്ടോകോൾ കൊടുക്കണം. കാരണം പലപ്പോഴും നമുക്കറിയാം ചില ഉദ്യോഗസ്ഥന്മാർ ജയിലിലൊക്കെ നല്ല തരക്കേടില്ലാത്ത അഴിമതി ഉണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇരിക്കുമ്പോൾ ജയിലിലെ ഒരു പർട്ടിക്കുലർ കാര്യം അന്വേഷിക്കാൻ പോയപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സത്യമാണ്. അപ്പൊ ഈ ജയിലിൽ കുത്തഴിഞ്ഞ ഒരു രീതിയിൽ കിടക്കുമ്പം ഗോവിന്ദചാമിക്കോ അല്ലെങ്കിൽ ബെണ്ടിച്ചോറുണ്ട്, ബെണ്ടിച്ചോറിനൊക്കെ ചാടിപ്പോകാം. നമ്മുടെ സിസ്റ്റം ഫുൾ പ്രൂഫ് ആക്കണം, കുറ്റമറ്റതാകണം. അവിടെ എഴുതി വെച്ച നിയമങ്ങള്, ആ പറയുന്ന പ്രോട്ടോകോൾ അതേപടി പാലിക്കണം. അതിന് ആർക്കും യാതൊരു വക കൺസെഷനും കൊടുക്കാൻ പാടില്ല. ആ ചിട്ടയായിട്ട് പോകണം. നമുക്കറിയാം ജയിലിലെല്ലാം കഞ്ചാവും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രിസണേഴ്സ് പുറത്തു പോകുമ്പോൾ ഇവരെ പോലീസുകാരിലാണ് കൊടുക്കുന്നത്. പോലീസിലെ അവർക്ക് ഒരു ഡീഗ്രേഡഡ് വർക്കായിട്ടാണ് ഈ പ്രിസണൽ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ തോന്നുന്നത്. എന്തുകൊണ്ട് ജയിലിൽ തന്നെ ഒരു ജയിൽ സർവീസിന്റെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി കൂടെ കൊണ്ടുവരുന്നില്ല? ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ കൊണ്ടുപോട്ടെ. കാരണം ഒരു പ്രതിയെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ കൺവിക്ട് ചെയ്ത് ജയിലിൽ കിടന്നാൽ അത് കോടതിയുടെ കീഴിലാണ്. പോലീസിന് അവിടെ റോള് കൊടുക്കരുത്. പോലീസുകാരെ ജയിലിനകത്ത് ആവശ്യമില്ലാതെ കയറ്റരുത്. പോലീസിനകത്തും ട്രേഡ് യൂണിയൻ പോലെ പ്രവർത്തനം ഉള്ളതുകൊണ്ട്, രാഷ്ട്രീയ അതിപ്രസരം ഉള്ളതുകൊണ്ട് എന്ത് വൃത്തികേടുകളും നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സിസ്റ്റം എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഇവിടെ ഇതാ ഇപ്പോൾ ഒരു DPO 2 APO ഇങ്ങനെ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിപ്പോൾ പൊതുവേ നമ്മൾ കാണുന്ന ഒരു ശീലമാണല്ലോ. ഇപ്പോൾ കൊല്ലത്തൊരു കുട്ടി ഷോക്കേറ്റ് മരിക്കുന്നു. ആ ഷോക്കേറ്റ് മരിക്കുമ്പോൾ ഉടനെ അവിടുത്തെ HMന് സസ്പെൻഷൻ കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ അതിലൂടെ ലൈൻ എങ്ങനെ കടന്നുപോയി, ആരാണ് ഇതിന് അനുമതി നൽകിയത്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ത് സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് അതിന് അനുമതി ലഭിക്കുക, ഇതൊക്കെ ഒരു പൊതുവെ അറിയാം. ഇതിൽ തന്നെ ഇപ്പോൾ ഈ DPOയെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ APOമാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഒക്കെ എന്തെങ്കിലും ഫലമുണ്ടാകുമോ? അത് തീർച്ചയായിട്ടും നമ്മൾ അന്ന് കണ്ടു. പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യുന്നു. അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനെതിരെ എന്ത് ആക്ഷൻ എടുത്തില്ല. അവിടെ ട്രേഡ് യൂണിയൻ ഉണ്ട്, അവരുടെ മൈറ്റാണ്, അവരുടെ സംഘടിത ശക്തിയാണ് ഈ പ്രിൻസിപ്പളിൽ മാത്രം പോയത്. നമുക്കറിയാം സ്കൂളിന് നൂറ്റാണ്ടുകളുടെ സന്ദർഭശാലി ഇത് പറഞ്ഞുകൊണ്ട്
ഒരു നൂറ്റാണ്ടിൽ കൂടുതൽ കാലം ഉണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് അത് കഴിഞ്ഞിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇലക്ട്രിസിറ്റി ലൈൻ അനധികൃതമായിട്ടാണ് അതിന് മേൽക്കൂടെ വലിച്ചതെന്നും കുട്ടികളുടെ സുരക്ഷിതത്വം കാര്യം നോക്കാതാണ് ചെയ്തതെന്നുള്ളത് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്നിട്ട് ഈ സംഘടിത രാഷ്ട്രീയ ബലം ഉള്ളവർക്കെതിരെ ആ നടപടിയില്ല. ഇപ്പോഴും നോക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇതിന്റെ പുറകിൽ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടെങ്കിൽ, ഇവരെ സഹായിച്ച മാസ്റ്റർ മൈൻഡ് ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് മുമ്പ് പേരിനാരിൽ സസ്പെൻഡ് ചെയ്യുക. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത് ഗൂഢാലോചനയുടെ പുറകില് ഇയാൾക്ക് കമ്പി മുറിക്കാൻ വേണ്ടിയുള്ള ആഴ്സോ ബ്ലേഡോ എന്തെങ്കിലും എക്യുപ്മെന്റ് അതിനകത്ത് ഇംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുത്ത ആളിനെ സർവീസിൽ നിന്നും ഇന്ന് തന്നെ റിമൂവ് ചെയ്ത് വിട്ടിട്ട് പൊതുസമൂഹത്തിന് സന്ദേശം കൊടുക്കണം. അല്ലാതെ 2-3 ആൾക്കാരെ അവിടെ ഇവിടെയൊക്കെ ഡ്യൂട്ടിക്കുള്ളവരെ പിടിച്ചിട്ട് ചെയ്യുമല്ല. ഇതിന്റെ യഥാർത്ഥ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ആ റൂട്ട് കോസ് ആരാന്ന് മനസ്സിലാക്കി ഇന്ന് ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് കൊടുക്കേണ്ടത്. അയാളെ സർവീസിൽ നിന്ന് ഇന്ന് പിരിച്ചുവിടണം. പണ്ട് തിരുവനന്തപുരത്ത് ട്രഷറിയിൽ ഒരു തട്ടിപ്പ് നടത്തിയപ്പോൾ ആ പറയുന്ന ഉദ്യോഗസ്ഥനെ ഉടൻ പിരിച്ചുവിട്ടു. എന്തുകൊണ്ട് ഈ സിസ്റ്റത്തിന് വൈബ്രന്റ് ആകാൻ പറ്റുന്നില്ല? അപ്പൊ ഇതിലെ പുറകിലൊക്കെ രാഷ്ട്രീയം കാണും. ഈ രാഷ്ട്രീയമൊക്കെ മാറിയിട്ട് രാഷ്ട്രീയം എപ്പോഴും രാഷ്ട്ര സേവനമായിരിക്കണം. അല്ലാതെ പ്രതികളെ സഹായിക്കുന്ന കുറ്റവാളികൾക്ക് അഴിഞ്ഞാടാൻ കൊടുക്കുന്ന അവസരങ്ങൾക്ക് അല്ല ഒരു പ്രസണും കാര്യങ്ങളും. അങ്ങനെ ഉണ്ടെങ്കിൽ കറക്ഷണൽ സർവീസ് എന്ന് പറഞ്ഞതിന്റെ ഈ ഇംപ്രസ്മെന്റ് പിന്നെ റിട്രിബ്യൂട്ടീവ് തിയറിയുടെ അടിസ്ഥാന ശില തന്നെ ഇളകി പോകുന്നു എന്ന് പറയേണ്ടി വരുന്നു. യെസ്, എന്തായാലും വലിയ പിഴവുകൾ നമ്മുടെ സംവിധാനത്തിലുണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവായി മാറുന്നുണ്ട് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എന്നതിൽ തർക്കമില്ല. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഗോവിന്ദചാമിയെ പിടികൂടാനായി എന്നതാണ് വലിയ ആശ്വാസമാകുന്ന സാഹചര്യം. കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ അകലെ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടാൻ സാധിച്ചത് എന്നുള്ളതാണ്. തളാബ് എന്ന് പറയുന്ന പ്രദേശത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. റോയ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലെ കിണറിന്റെ പടവിൽ ആയിരുന്നു ഈ ഗോവിന്ദചാമി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പോലീസ് സംഘം വീട് വളഞ്ഞ് ആയിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഗോവിന്ദചാമി ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ KV ബൈജു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സെൻട്രൽ പ്രസിന് മുന്നിൽ, അതായത് ജയിലിന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലടക്കം ഉള്ള പ്രതിഷേധം ആണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒന്ന് എന്നത് ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടി എന്നുള്ളതാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഗോവിന്ദചാമി. ആ ഗോവിന്ദചാമിയാണ് ഇപ്പോൾ ജയിൽ ചാടുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്തത്.